നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു മാസം രാഹുൽ മാങ്കൂട്ടം വിഷയമായിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ ചാനലുകളുടെയും പ്രധാന വിഷയം. കഴിയാവുന്ന പരമാവധി രാഹുൽ മാങ്കൂട്ടത്തെ പിച്ച് ചീന്തി രാഹുലിന്റെ ജീവിതം അടപടലം പൂട്ടാൻ തന്നെയാണ് പല ചാനലുകളും ശ്രമിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും സമാനമായ രീതി ആവർത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തേജോവധം ചെയ്യാനായി മൈക്കിന് മുന്നിൽ കെട്ടിയ രാഹുൽ മാങ്കൂട്ടത്തെ മറച്ചും തിരിച്ചും മറച്ചും ചിരിച്ചും ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ക്രിക്കറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കൊടുത്തു. എന്നെ ഇനിയും നിങ്ങൾ കൊന്നു തിന്നിട്ട് മതിയായില്ലേ എന്ന ചോദ്യം പോലെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. അതായത് നല്ല പോലെ രാഹുലിന്റെ കയ്യിൽ നിന്നും ഭേഷ കിട്ടിബോധിച്ചു എന്ന് വേണം പറയാൻ. രമേശ് ചെന്നിത്തലയും താനും സംസാരിക്കുന്നതോ സംസാരിക്കാതിരിക്കുന്നതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിഷയമല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല വന്നത് കണ്ടതും രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാത്തിന്റെയും പ്രധാന തലക്കെട്ടുകൾ. ഈ തലക്കെട്ടുകളെ വലിച്ചു കീറി അടുപ്പിൽ വെക്കുന്ന രീതിയിലുള്ള മറുപടി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം നൽകിയത് എന്ന് വേണം പറയാൻ. രമേശ് ചെന്നിത്തല ഗൗനിക്കാതെ കടന്നുപോയി എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്ന രാഹുൽ ഇനി അങ്ങനെ സംസാരിക്കാതിരുന്നാൽ അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി കരുതുന്നില്ല എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതായത് നിങ്ങളൊക്കെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യൂ, അല്ലാതെ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ഇനിയും ജനശ്രദ്ധ നേടാനുള്ള അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലതരത്തിലുള്ള വാർത്തകളുണ്ട്. ആ വാർത്തകൾ ശ്രദ്ധിച്ച് അതിനുള്ള അപ്ഡേഷൻ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ലാഭമാകുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള വാർത്തകൾ കൊണ്ടുവരൂ, അതുമായി മുന്നോട്ട് പോകൂ, അതല്ലേ നിങ്ങൾക്ക് നല്ലത് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലം നവംബർ ഡിസംബർ കാലയളവ് മുഴുവനായി നോക്കിക്കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെയാണ് ഇങ്ങനെ മാറി 2 മാസമല്ല, അതിന് മുൻപും തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ രാഹുലിന്റെ അറസ്റ്റ് അടക്കമുള്ള വാർത്തകൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുമെന്ന കാത്തുകെട്ടി പല വീട്ടുകളിലും രാഹുലിന്റെ വീടിന് മുന്നിലൊക്കെ തന്നെ തമ്പടിച്ച് നിന്ന മാധ്യമ പ്രവർത്തകരെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ അനുഭവം കൂടിയൊക്കെ തന്നെയാണ് കണക്കിന് കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ കണക്കങ്ങ് തീർത്തത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം PJ കുര്യനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അത് മുൻപ് അദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പലപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിയിലുള്ള സമയത്ത് പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള രീതിയേ ഉള്ളൂ, അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. രാഹുൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് എന്താണ് പറയുന്നത്? ഓരോ വ്യക്തികൾക്കും അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർക്ക് പറയാം. ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഈ ഡബ്ബിങ് പലതും ഞാൻ കേട്ടു. പക്ഷേ ലിപ് മൂവ്മെൻറ്റുമായിട്ട് സിങ്ക് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ആകെ സംസാരിച്ചത് അദ്ദേഹം ഇപ്പം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഉണ്ടാവും. അദ്ദേഹത്തിനിടയ്ക്ക് ചില ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളല്ല, ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ നേരം അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പം എന്തോ അതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കാം. ഇല്ല, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ആ വിഷയത്തെപ്പറ്റി ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാനതിനെപ്പറ്റി അദ്ദേഹം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ PJ കുര്യൻ. അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെയും പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഈപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത്, ഞാനിപ്പോൾ തിരക്കായിട്ട് പോവുകയാണ്, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്.
ദേഷ്യപ്പെട്ടു പോകുന്ന പോലെയാണ് ഒറ്റവാദത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഭിന്നതയുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി. നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് നിങ്ങൾക്ക് അതിനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു കാലത്തും ഞാൻ കൈകടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം, മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എല്ലാ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വലിയ സൈബർ ആക്രമണം കോൺഗ്രസ് ആന്റികളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് ഈ വിഷയം ഉയർത്തിക്കാട്ടി. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത്, എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെയില്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ട് വരും, നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അനുസരിക്കാം. അല്ല, നമുക്കത് UDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പം തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്ത ദിവസം കോടതി പരിഗണിക്കുകയാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സത്യം ജയിക്കേണ്ടതാണ്, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. മണ്ഡലത്തിലേക്ക് ഉടനെ പോകുന്നുണ്ടോ? ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്നലെ ആചാര്യൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിൻ്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നില്ല. ഞാൻ പാലക്കാട് തന്നെ ഉണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് മുമ്പത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ മുന്നിലത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? PJ കുര്യനുമായി അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നും ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായവും സ്വാതന്ത്ര്യം ഉണ്ടെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. PJ കുര്യന്റെ ചെവിയിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട പല ഡബ്ബിങ്ങും കേട്ടു. PJ കുര്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് പ്രധാനമായും സംസാരിച്ചത്. അതല്ലാതെ മറ്റൊന്നും ഗൗരവത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട താൻ പറയാത്ത കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും കുര്യൻ സൂചിപ്പിച്ചിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കിന് കൊടുത്തു എന്ന് വേണം പറയാൻ.
എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് നൽകില്ല എന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടാതെ കോൺഗ്രസ്. രാഹുലിന് പാലക്കാട് സീറ്റ് നൽകരുത് എന്ന് ഇന്നലെ പലരും PJ കുര്യൻ അടക്കം ഉള്ളവർ നടപടിയെടുത്തിരുന്നു. ഇവർക്കെതിരെ അച്ചടക്ക നടപടി പിൻവലിച്ചാൽ രാഹുലിന് മത്സരിക്കാമെന്ന് PJ കുര്യൻ പറഞ്ഞിരുന്നു. ഇത് പാർട്ടിയിലെ ആശയക്കുഴപ്പത്തിന് തെളിവായിരുന്നു. വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ ആയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പ്രതികരണം. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് PJ കുര്യൻ നിലപാട് മാറ്റിയത്. പെരുന്നയിൽ കുര്യന്റെ കാതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ രഹസ്യം എന്തെന്ന് വ്യക്തമല്ല. എങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്ന് ഭീഷണി കലർന്ന മുന്നറിയിപ്പിലാണ് മുതിർന്ന നേതാവ് നിലപാട് മാറ്റിയതെന്നാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം. പക്ഷേ രാഹുലും കുര്യനും ഈ ആരോപണം പരസ്യമായി തള്ളിക്കളയുകയും ചെയ്തു. പാർട്ടിക്ക് പുറത്തായ രാഹുലിന് ഇനിയും സീറ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചൊരു നോ പറയാൻ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്കും സാധിച്ചില്ല. UDF കൺവീനർ അടൂർ പ്രകാശും ചോദ്യത്തോട് ഒഴിഞ്ഞുമാറി. പാർട്ടിക്ക് പുറത്തായ ആളെക്കുറിച്ചുള്ള ചർച്ച തന്നെ അനാവശ്യമാണെന്നായിരുന്നു മുരളീധരന്റെ മറുപടി. രാഹുലിനെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടിൽ VD സതീശൻ മാറ്റം വരുത്തിയിട്ടില്ല ഇതുവരെ. എങ്കിലും ലൈംഗിക ആരോപണത്തിലെ കേസുകളുടെ ഭാവി നോക്കിയ ശേഷം രാഹുലിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മതി എന്ന അഭിപ്രായം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട്. സീറ്റില്ലെന്ന് ഇപ്പോഴേ തറപ്പിച്ച് പറഞ്ഞാൽ സൈബർ ഇടപെടലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദികൾ നടത്തിയേക്കാവുന്ന ആക്രമണവും ഉറച്ച നിലപാട് പറയുന്നതിൽ നിന്ന് നേതാക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ചുരുക്കിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുന്നു എന്ന് സാരം.